സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പൂരി മസാലയും പൊട്ടറ്റോ കറിയുമാണ്. ഈ പൂരി മസാല നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ പൂരി മസാല ഈ പൊട്ടറ്റോ കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഞാൻ 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കും. ഈ റവ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡാണ്, അത് വറുത്ത് പൊടിച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഈ മാവിലേക്കല്ല ചേർക്കുന്നത്. നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടി വെള്ളം എടുക്കുമല്ലോ, ആ വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ആ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിവിടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് വെള്ളം നമ്മളിത് കുഴച്ചെടുക്കാൻ ഉപയോഗിക്കത്തില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വെള്ളം വേണം എന്നുള്ളത്. ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. എപ്പോഴും നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത്. മൊത്തത്തിൽ വെള്ളം എടുത്ത് കുഴച്ച് കളയരുത്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അതായത് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും വെള്ളം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അതായത് ഏകദേശം 1.25 കപ്പ് വെള്ളം കുഴച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ആവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതിവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഇത് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ കുഴച്ച് വെക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുമ്പം നല്ല ശക്തിയായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും പൂരിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിവിടെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ പാത്രം മൂടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി തയ്യാറാക്കിയെടുക്കാം. ഈ പൂരി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വലിയൊരു സൈസിൽ കട്ട് ചെയ്തെടുത്തത്. ഒരു പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്. ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിവിടെ ചെറിയൊരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി എങ്ങനെയാണ് നമുക്കിത് കറിയാക്കുന്നത് നോക്കാം. ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ലിറ്ററിന് ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കറിയാക്കി കിട്ടും നമുക്ക്. എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതുപോലെ കട്ടയായിട്ടിരുന്നാലും നമ്മൾ ഈ ഓയിലിൽ ചൂടായ ഓയിലിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയിക്കോളും.
ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഈ പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും. ഞാൻ എപ്പോഴും പറയും, ഈ കാശ്മീരി റെഡ് ചില്ലി പൗഡറിന് അധികം എരിവ് ഉണ്ടാവില്ല. നിങ്ങളുടെ പാകത്തിനുള്ള എരിവ് നിങ്ങൾ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പൊട്ടറ്റോ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് ടൊമാറ്റോയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് കുറുകിയിരിക്കും. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒന്ന് കുറുകിയ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് കുക്കർ മൂടിയിട്ട് 2 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. 2 വിസിലിൽ കൂടരുത്, കാരണം പൊട്ടറ്റോ പിന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് 2 വിസിൽ മതിയാകും. പൊട്ടറ്റോ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പൂരിയുടെ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് പരത്തി ചുട്ടെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പരത്തുന്നതിന് മുൻപേ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചാൽ മതി. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പൂരിയുടെ മാവ് പരത്തിയെടുക്കാം. ഈ മാവ് 2 വിധത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പം ഇതിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. മൊത്തത്തിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് വലുതാക്കി പരത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. രണ്ടും ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ ബോൾസാക്കി വേണം നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. കണ്ടോ, ഈ പൂരിയല്ലേ, അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് മതി. കുറച്ച് ഓയിൽ ഈ പരത്തുന്ന ഈ പലകയിലും പിന്നെ പരത്താൻ ഉപയോഗിക്കുന്ന ഈ റോളർ പിന്നിലും ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുപോലെയും നമുക്ക് പരത്തിയെടുക്കാം. ഇനി മറ്റേ വിധം ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എത്ര വലുതാക്കി പരത്താൻ പറ്റുമോ അത്രയും വലുതാക്കി ഇതങ്ങ് പരത്തുക. നമ്മൾ ഓയിൽ തേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേക്കുന്നത്. പൊടി ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാം. പക്ഷെ പൊടി ഉപയോഗിച്ച് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ പൊടി തട്ടി കളഞ്ഞില്ലെങ്കിൽ എണ്ണയിൽ ഈ ഫ്രൈ ചെയ്ത പൊടിയൊക്കെ കിടക്കും. നന്നായി തട്ടി കളഞ്ഞിട്ടാണ് പൊരിക്കുന്നതെങ്കിൽ പൊടിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുക്കർ ഇവിടെ 2 വിസിലായിട്ടുണ്ട്. ഞാൻ കുക്കർ ഇനി ഓഫ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു വട്ടമുള്ള അടപ്പോ ഏതെങ്കിലും ഗ്ലാസിൻ്റെ വാവട്ടോ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ എടുക്കാം. നിങ്ങൾക്ക് പൂരിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള വാവട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയിരിക്കുന്ന ഈ മാവ് എക്സസ് ആയിട്ടുള്ളത് വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ബോൾസ് ആക്കിയിട്ടും പരത്തി എടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ വലുതാക്കി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവ്
ഇതുപോലെ എടുത്ത് വീണ്ടും നമുക്ക് ഇതുപോലൊന്ന് പരത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കുക്കറിനുള്ളിലെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, ഉടഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല. പാകത്തിനിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, പൊട്ടറ്റോയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി മതിയാകും ഈ കറിക്ക്. ഇതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പൂരി ഫ്രൈ ചെയ്തെടുക്കാം. പൂരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ചെറിയൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോ മാവും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പൂരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത്രയും മതിയാവും. കണ്ടോ, പൂരി നല്ല പൊള്ളി വന്നിട്ടുണ്ട്. എന്നാൽ ഒട്ടും ഓയിൽ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ ഈ ഇരിക്കുന്ന ഓരോ പൂരിയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. പൂരിയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ പൂരി മസാലയും കറി ഇവിടെ തയ്യാറായി. ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമുള്ള ഒരു പൂരി മസാലയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം.